ഹേ ഗുഡ് പീപ്പിൾ. അപ്പം ഞാനിപ്പം നാട്ടിൽ അപ്പടെ അമ്മയുടെ കൂട്ടത്തിലാണ്. ഒരു 1 വീക്ക് നല്ലൊരു അടിപൊളി റെസ്റ്റ് പറഞ്ഞേക്കുക. റെസ്റ്റ് വായിക്കില്ല, കഴിക്കും മാത്രമേ ഉള്ളൂ. മമ്മി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ? നിങ്ങൾ 4 മണിക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ മതി, അല്ലാത്ത സ്പെഷ്യലൊന്നും എനിക്ക് വേണ്ട. അപ്പം ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് മമ്മി എന്നാ മമ്മി ഉണ്ടാക്കി തരുന്നത്? ഉണ്ണിയപ്പം, നാടൻ ഉണ്ണിയപ്പം. എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാംഗ്ലൂരിൽ ഇവർ ഉണ്ടാക്കൊണ്ട് വന്നായിരുന്നു ഒരു പാത്രം നിറയെ. അപ്പം ഇന്നപ്പം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി കാണിച്ചു തരാം. നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ആയോ? അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അരിപ്പൊടി സാധാരണ ആൾക്കാർ അരിക്കത്തൊന്നും ഇല്ലായിരിക്കും, പക്ഷെ മമ്മി ഇപ്പം അരിച്ച് കിട്ടുന്നതാണെങ്കിലും മമ്മിക്ക് ഒന്നുകൂടി അരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടി നല്ലതായിട്ട് അരിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമ്മുടെ ഗോതമ്പ് പൊടി അതും അരിച്ച് തന്നെയാണ് ഇടുന്നത് കേട്ടോ. എല്ലാ സാധനങ്ങളും ഒന്നുകൂടി മമ്മി ജസ്റ്റ് ഒന്ന് അരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് മൈദയും കൂടി ഇടും. ചിലർ റവ ഇടുന്നുണ്ട്, ഞങ്ങൾ റവ ഇടുന്നില്ല, ഈ മൈദ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അരിച്ച് വെച്ചേക്കുന്ന ഈ പൊടിക്കകത്തിലോട്ട് പാനിയാക്കി നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്യും. ശർക്കര ആദ്യമേ മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്യത്തില്ല, കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് അറിയാത്തതുകൊണ്ട് അങ്ങനെ. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ ശർക്കരപ്പാനി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശർക്കരപ്പാനി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം ഞാൻ വീഡിയോ എടുത്ത് വെക്കാഞ്ഞത് കേട്ടോ. നോർമലി നമ്മുടെ ശർക്കര നാട്ടിൽ നിന്ന് മേടിക്കുന്ന ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കി പാനിയാക്കി വെച്ചു, അതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് തോന്നി. അപ്പം മമ്മി കുറച്ചും കൂടി ആവശ്യത്തിന് ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. ഇതിന് ഒട്ടും പഞ്ചസാര ഇടുന്നില്ല, ആകെയുള്ള മധുരം ശർക്കരയുടെ മധുരം മാത്രമാണ്. ശർക്കരയുടേതും പിന്നെ നമ്മൾ പഴം അടിച്ചിടുമല്ലോ, അപ്പം ആ പഴത്തിൻ്റെയും കൂടി മധുരം, അത്രയേ ഉള്ളൂ ഇതിന് ഉണ്ണിയപ്പത്തിന് വരുന്ന മധുരം. നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇനി വേറെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു പിഞ്ച് സോൾട്ട് കൂടി ഇടുന്നുണ്ട് കേട്ടോ. മമ്മി പറയുന്നുണ്ട് ശർക്കരയ്ക്ക് ഓൾറെഡി ചെറിയൊരു ഉപ്പിൻ്റെ ഇത് കാണും, എങ്കിലും നമ്മളൊരു പിഞ്ച് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മമ്മി അതിനകത്തോട്ട് ആഡ് ചെയ്തത് കുറച്ച് ഈസ്റ്റാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ സോഡാപ്പൊടിയാണ് ഇടേണ്ടത്. നമ്മുടെ കയ്യിൽ അപ്പം സോഡാപ്പൊടി ഇല്ലാഞ്ഞതുകൊണ്ട് ഈസ്റ്റാണ് ആഡ് ചെയ്തത്. പക്ഷേ ഈസ്റ്റ് ഇടാണ്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ ഈ വട്ടം ഈസ്റ്റ് ഇട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. കഴിഞ്ഞ വട്ടം മമ്മി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് ഈസ്റ്റ് ഇടാതാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിലും നല്ലതായിരുന്നു. ഇതിപ്പോൾ ഒരു തുള്ളി ജസ്റ്റ് ഒരു പിഞ്ച് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പാളയംകോടൻ പഴം അടിച്ചത് മമ്മി മിക്സിയിലിട്ട് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കേട്ടോ. ഇത് പാളയംകോടൻ പഴം കേട്ടോ. ഉണ്ണിയപ്പത്തിന് എപ്പോഴും അടിപൊളി അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് പാളയംകോടൻ പഴം. അപ്പോൾ പാളയംകോടൻ പഴം നല്ലതായിട്ട് ഒരു 3 പഴം എന്തോ എടുത്തിട്ടുണ്ടായിരുന്നേ, അത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കണം കേട്ടോ. പിന്നെ ഒരു 6 hours കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. ഇപ്പം നല്ല കട്ടിയായതുകൊണ്ട് മമ്മിക്ക് ഇളക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് പിന്നെ പപ്പ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടാ. പപ്പയാകുമ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പതുക്കെ ഓരോ ഇതിലും ഇങ്ങനെ അടിച്ചടിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഒട്ടും മറ്റേ ലംബ് വരാതെ അല്ലെങ്കിൽ കട്ട കെട്ടാതെയും എയർ ബബിൾസ് ഒന്നും വരാത്ത രീതി നല്ലതായിട്ട് അടിച്ച് നല്ല പതപ്പിച്ചാട്ടോ പാവം എടുക്കുന്നത്. വെച്ചാൽ ഓരോ സെക്ഷനും എടുത്ത് നല്ലതായിട്ട് ബീറ്ററൊന്നും വേണ്ട. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടാണ് കൈയിട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഒരു 6 hours വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. 6 hours കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ആഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഈ 6 hours കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളേ. അങ്ങനെ ഒരു 6 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് എള്ളിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നെയ്ക്കകത്തിൽ വറുത്ത തേങ്ങ. ഈ തേങ്ങയൊക്കെ നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിനധികം ഇടാം കേട്ടോ. പിന്നെ നല്ല ഏലക്കാപ്പൊടി. ഈ ഏലക്കാപ്പൊടി ജസ്റ്റ് മമ്മി ഓൾറെഡി ഏലക്കായൊക്കെ നല്ല ഉണക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഏലക്ക ഉണ്ട് കേട്ടോ. നല്ല മണം അതിന്. അത് അപ്പം ആവശ്യത്തിനനുസരിച്ച് മമ്മി എടുത്ത് എളുപ്പം പൊടിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടി, പിന്നെ കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എള്ളൊക്കെ നല്ല ആവശ്യത്തിന് ആഡ് ചെയ്യണം. ഞാൻ എള്ളിടുന്ന പോർഷൻ ആക്ച്വലി എടുക്കാൻ മറന്നുപോയേ, കാരണം ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ലേ. അപ്പം നല്ല രീതിയിൽ എള്ളും നമ്മുടെ നെയ്ക്കകത്ത് വറുത്ത തേങ്ങയും ജീരകവും പിന്നെ ഏലക്കാപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവം പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ചുട്ടെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മാവ് ഇച്ചിരി കട്ടിയായിപ്പോയി. അപ്പം ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം കൂടി
ഇട്ടിട്ട് ജസ്റ്റ് കൂടി ഒന്ന് എന്താ ലൂസാക്കി എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആ ഒരു നമ്മൾ കേക്കിനൊക്കെ ഇടുമ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസി വരത്തില്ലേ, ആ ഒരു രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്ച്വലി അങ്ങനെ വരേണ്ടത്. എന്നിട്ട് അത് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത്രയും വലിയ പാത്രത്തിനകത്തിട്ട് മറ്റേ ഉണ്ണിയപ്പക്കാരൊക്കെ ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുഞ്ഞൊരു പാത്രത്തിലോട്ട് മമ്മി മാറ്റി വെച്ചിട്ട് അതിനകത്തിലാണ് എടുക്കുന്നത്. പിന്നെ ഈ ഉണ്ണിയപ്പം ചുടുന്നത് നമ്മൾ നെയ്യും കൂടി ചേർത്തിട്ട് കേട്ടോ. ഇത് ഒരു നോൺ സ്റ്റിക്ക് ഉണ്ണിയപ്പക്കാരയാണ്. ഉണ്ണിയപ്പക്കാര എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വേറൊരു സാധനത്തിൻ്റെ ഓട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. പക്ഷേ അതാണെങ്കിൽ എടുക്കാൻ പാടാന്ന് കരുതി മമ്മി നോൺ സ്റ്റിക്കിനകത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഗോൾഡൻ കളറിലെ വേറൊരു ഉണ്ണിയപ്പക്കാരൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിനകത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ മാവ് ഓരോ ഇതിനകത്തിലോട്ട് ജസ്റ്റ് ഇട്ടാൽ മതി. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇതിനകത്തിൽ ഒഴിക്കുന്നത്. കാരണം ഉണ്ണിയപ്പം ഭയങ്കര ഫാസ്റ്റ് അല്ലേ, ജസ്റ്റ് എണ്ണ ചൂടായി വരുമ്പം ഒഴിച്ച് കഴിഞ്ഞാൽ ഫുൾ എല്ലാ കുഴിക്കകത്തിലും നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡ് വെന്ത് കഴിയും. എളുപ്പം നല്ല ഭയങ്കര ഫാസ്റ്റായിട്ടല്ലേ ഉണ്ണിയപ്പം ആവുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിത് ഉണ്ടാക്കാനും ഇഷ്ടം കേട്ടോ. ഞാൻ നേരത്തെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒറ്റയ്ക്കല്ല, ഇങ്ങനെ എണ്ണ കോഴിയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പപ്പായും മമ്മിയും കൂടി ചേർന്ന് ഇതെല്ലാം ചെയ്തത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ പിന്നെ രണ്ടുപേർക്കും വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കട്ടോ. ഈ 4 മണിക്ക് സംഭവങ്ങളും ഉപ്പേരി പക്കാവട ഒത്തിരി ഈ വട്ടം കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി കേട്ടോ. ഈവൻ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ പോലും അവർ രണ്ടുപേരും ഞാനാണെങ്കിൽ ഒരു വീഡിയോക്കകത്ത് കാണിച്ച പോലെ കളയോടയ്ക്ക പക്കാവട പിന്നെ ഉണ്ണിയപ്പം ഒത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കി കേട്ടോ ഒരു വട്ടം. ഉണ്ണിയപ്പം പിന്നെ അങ്ങനെ ഒത്തിരി സാധനം ടൊമാറ്റോ മുറുക്ക് വരെ ഉണ്ടാക്കി കേട്ടോ. ടൊമാറ്റോ മുറുക്ക് പറ്റുവാണെങ്കിൽ ഒരു ദിവസം ടൊമാറ്റോ മുറുക്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം ടൊമാറ്റോ മുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇവർക്കതൊരു ഹോബിയാണ്, കാരണം വീട്ടിലിരുന്ന് മടുത്തു. അപ്പോൾ എന്നായാലും ഒക്കെ ഉണ്ടാക്കണ്ടായോ, അപ്പോൾ ഓരോന്നൊക്കെ പോയി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഉണ്ണിയപ്പം കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ്, കാണുമ്പോഴേ അറിയാം നല്ല അടിപൊളിയാണ്. ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പം ഇതാണ് ഉണ്ണിയപ്പം മേക്കിങ്. അത് കുക്കിംഗ് കൂടുതലായതുകൊണ്ട് ലാസ്റ്റ് മമ്മി ഡയറക്ഷൻസ് പറയുന്നു, അപ്പം ഉണ്ടാക്കുന്നു. അങ്ങനെയാണോ അപ്പ? മമ്മി ഡയറക്ഷൻ പറയാണോ അപ്പം ഉണ്ടാക്കുന്നത്? ഞാൻ ഒരെണ്ണം കഴിച്ചൊക്കെ നോക്കി കേട്ടോ. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്താ സുഖമല്ലേ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ മമ്മി പപ്പ റെഡിയായി. എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാം. ഞാൻ തലേദിവസം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നു എന്നങ്ങ് പറഞ്ഞപ്പോഴേ പിറ്റേ ദിവസം മമ്മി ഇങ്ങനെ എല്ലാം ആക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചെന്നാൽ പിന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി എടുത്തതാണ്. അങ്ങനെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കി കേട്ടോ. ഈ ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മളിപ്പോൾ മാവ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലങ്ങ് മാവായിപ്പോവും നമ്മൾ ഇടുന്നതിനേക്കാളും കൂടുതലേ. അപ്പോൾ പിന്നെ കുഞ്ഞു സാധനമല്ലേ, അപ്പോൾ ഒത്തിരി അങ്ങ് ആയിപ്പോയി. എണ്ണത്തിൽ പറയുവാണെങ്കിൽ 10-100 ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു കുറച്ച് മാവിൽ ഒത്തിരി സാധനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമല്ലേ ഉണ്ണിയപ്പം. അങ്ങനെ നമ്മളുണ്ടാക്കിയ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഹാർഡായിട്ടുള്ള ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേറെ മെത്തേഡും ഉണ്ടെന്ന് തോന്നുന്നു, പച്ചരി കുതിർത്തും ഒക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. പക്ഷേ ഇതൊരു ഈസി മെത്തേഡാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഈ ഒരു പാത്രം നിറയെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഉണ്ണിയപ്പം കണ്ടില്ല, ഇപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അങ്ങനെ മിസ്സായതാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കി ഉണ്ണിയപ്പം ഒക്കെ കഴിച്ച് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കല്ലേ, ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബായ്.